السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്തു റാഇദിലെ 11-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നതും മനുഷ്യരിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം, നമ്മളൊക്കെ ഒരു സ്വയം മാറ്റത്തിന് തയ്യാറാവണം എന്നുള്ളതാണ്. ഒന്ന് മാറി ചിന്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുഷ്കാലത്ത് പോരായ്മകളും തെറ്റുകുറ്റങ്ങളും എല്ലാം സംഭവിക്കും എന്നുള്ളതും, എന്നാൽ അതിൽ നിന്നെല്ലാം പിന്മാറി ഒരു മാറ്റത്തിന്റെ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാവണം എന്ന ആഹ്വാനമാണ് ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു ഒരു ജനതയെ മാറ്റുകയില്ല ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വമേധയാ, അവർ സ്വയം ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കാത്തിടത്തോളം കാലം എന്നാണ്. എനിക്കൊന്ന് മാറണം, എന്റെ ജീവിത രീതികളും ശൈലികളും ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിലൊക്കെ പോരായ്മകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് ഒരു മാറ്റത്തിന്റെ ചിന്തയില്ലാത്ത ആളുകളെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലേക്ക് മാറ്റി സഞ്ചരിപ്പിക്കുകയില്ല എന്നാണ് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഒരാളെയും, ഇപ്പൊ പല ആളുകളും സംസാരിക്കുന്നതും പറയുന്നതും അവനൊന്നും നന്നാവൂല, അവനൊന്നും ശരിയാവൂല, എത്ര കാലമായി കേൾക്കണം, എത്ര കാലമായി പറയുന്നു, പക്ഷേ അവനൊന്നും ഒരിക്കലും ഇനി നന്നാവാൻ പോണില്ല എന്ന രൂപത്തിലുള്ള ചില സംസാരങ്ങൾ നമുക്കിടയിലുള്ള ആളുകളിൽ പോലും കേൾക്കുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഇൻഷിറാഹുൻ നഫ്സ്, മനസ്സിനുള്ള വിശാലത, അല്ലെങ്കിൽ ഇസ്ലാമിനെ സ്വീകരിക്കാൻ, ഇസ്ലാമിന്റെ ആശയങ്ങൾ അംഗീകരിക്കാൻ ഒരാളുടെ മനസ്സ് വിശാലമാക്കി കൊടുക്കുന്നത് നമ്മളാരും അല്ല, അത് പടച്ചോനാണ്. ഹിദായത്ത് എന്ന വെളിച്ചത്തെ ഒരാളുടെ മനസ്സിലേക്ക് സന്നിവിശേഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചത്തെ, പ്രകാശത്തെ ഒരാളുടെ മനസ്സിലിട്ട് കൊടുക്കുന്നത് അല്ലാഹുവാണ്. അത് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്? ഒരുപക്ഷെ വലിയ വലിയ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒന്നുമാവുകയില്ല ഒരാളെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഖുർആനിന്റെ ഏതെങ്കിലും ചെറിയ ശകലങ്ങളാവാം, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വർത്തമാനങ്ങളാവാം, ഏതെങ്കിലും ചരിത്രമാവാം, എന്തുമാവാം. നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിത ശൈലി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമൊക്കെ ഇസ്ലാം ആകുമോ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. അത്രമേൽ നീച കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചുലക്കിയത് ഖുർആനിലെ ഒരു ചെറിയ വാക്യമായിരുന്നു.
അപ്പൊ ഇങ്ങനെ ഏത് നിമിഷമാണ്, ഏത് സാഹചര്യമാണ്, ഏത് അവസ്ഥയാണ് ഒരാളെ മാറ്റി ചിന്തിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു തആലക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും ഏതവനെയും ഏതൊരുത്തിനെയും ആ ആളെ സംബോധന ചെയ്യുമ്പോൾ അവൻ നന്നാവാൻ പോവൂല, അവൻ ശരിയാവൂല, അവനൊന്നും ഇത് ഉൾക്കൊള്ളൂല എന്ന് പറയാൻ, എന്ന് അനുമാനിക്കാൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയം. ഇനി മാത്രമല്ല, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ പോകുന്ന പോക്ക്, ഇപ്പൊ ഞാനടക്കം നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശൈലി തന്നെ ശരിയാണോ എന്നുള്ളത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. അപ്പോ ഒരു മാറ്റം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അത് അവനവനിൽ നിന്നായിരിക്കണം. അവനവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ജീവിത രീതികൾ, സ്വഭാവ രീതികൾ, എന്റെ കറകളഞ്ഞ ഈമാൻ, അത് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം അത് തന്നെയാണ്. എന്റെ ഉള്ളിലെ ഈമാൻ എത്രത്തോളം കറകളഞ്ഞതും എത്രത്തോളം പരിശുദ്ധവുമാണ് എന്ന പരിശോധനയാണ് സ്വയം ആദ്യം നടത്തേണ്ടത്. ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകുമ്പോ, ഈമാനിന്റെ മധുരം ഒരാൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമ്പോ സ്വാഭാവികമായും അവനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരല്ലോ, ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ, അള്ളാഹു നൽകിയ ആയുസ് എത്രയാണ്, ഏത് അവസ്ഥ വരെയാണ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ഒന്ന് മാറണം എന്ന് ചിന്തിക്കുമ്പോ സ്വാഭാവികമായും അള്ളാഹു മാറ്റും, അള്ളാഹു മാറ്റങ്ങൾക്ക് നമ്മെ വിധേയമാക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു മാറ്റം, ഈ പോകുന്ന പോക്ക് പോരാ. ഇപ്പൊ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നു, മനസ്സിലാക്കിയിട്ടുണ്ട് കുറെയൊക്കെ, എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുമ്പോഴുണ്ടാകുന്ന ജീവിത ശൈലികളിലും രൂപഭാവങ്ങളിലും അതുപോലെ തന്നെ സ്വഭാവ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാവേണ്ട ചില മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം ആ അറബികളിലേക്ക് കടന്നു വരുമ്പോൾ, ഖുറൈശി സമൂഹത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും പ്രിയമുള്ളതായ ഒന്നായിരുന്നു മദ്യപിക്കുക എന്നുള്ളത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ്. അത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുമോ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കുമാറ് അത്രമേൽ അവരെ സ്വാധീനിച്ച ഒന്നായിരുന്നു മദ്യപാനം, ലഹരി. പക്ഷേ ഖുർആൻ അവരെ ഘട്ടം ഘട്ടമായി, അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി അറിയാം, ഒരൊറ്റടിക്ക് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ അവർക്ക് സാധിക്കാത്ത ഒന്നാണത്. പക്ഷേ അല്ലാഹുവിന്റെ വഹദാനിയത്ത്, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചപ്പോൾ അല്ലാഹു ആ ഒരു ഈമാനികമായ വശം അവരുടെ ഹൃദയങ്ങളിൽ വെച്ചു കൊടുത്തപ്പോ അവർ അല്പാൽപമായി മാറി. അവരോട് ആദ്യം അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞു, പിന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഈ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്ന്. ഖുർആൻ ചോദിക്കുന്നത് നോക്കൂ, അലം യഇനി ലില്ലദീന ആമനു, അലം യഇനി ലില്ലദീന ആമനു, വിശ്വാസികളോടാണ് ചോദ്യം, ഈമാനുള്ളവരോട്. അലം യഇനി ലില്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇനിയും സമയമായില്ലേ എന്നാണ്. അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് ഖുശൂഅ് വരുത്താൻ, ഭക്തി വരുത്താൻ വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ സ്വയം ഒരു മാറ്റത്തിനും ഒരു മാറാനുള്ള ഒരു സമയം അതൊക്കെ എന്നിൽ അധികരിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടി ജീവിതക്രമങ്ങളെ ഈമാനികമായി നിലനിർത്തുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായ കാര്യങ്ങൾ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം പാട് ഉപേക്ഷിച്ചുകൊണ്ട് നേരെ പാതയിൽ സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ സന്മാർഗത്തിന്റെ പാതയിൽ മുന്നേറുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.